പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏപ്രിൽ 9-ാം തീയതി കേരളത്തിൽ അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. വോട്ട് എല്ലാം പെട്ടിയിലാണ്. മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരും. വോട്ട് പെട്ടിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്നൊന്നും ഖണ്ഡിതമായി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് UDF-ന് അനുകൂലമായിരിക്കും എന്നുള്ള ഒരു പൊതുധാരണയാണ് നിലവിലുള്ളത്. CPM പോലും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. മന്ത്രിമാരൊക്കെ കൂടൊഴിഞ്ഞു പോയി എന്ന് നമുക്കറിയാൻ കഴിയുന്നു. പിണറായി വിജയൻ്റെ വിശ്വസ്ത വിനീത വിധേയനായിട്ടുള്ള KM എബ്രഹാം എന്ന് പറയുന്ന IAS-കാരൻ പോലും, റിട്ടയർഡ് IAS-കാരൻ പോലും മുറിയൊഴിഞ്ഞ് കൂടൊഴിഞ്ഞു പോയി എന്ന് നമ്മൾ കേൾക്കുന്നു. എന്തായാലും ആര് ജയിച്ചു ആര് തോറ്റു എന്ന് അറിയണമെങ്കിൽ മെയ് 4 വരെ കാത്തിരിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. സുഹൃത്തുക്കളെ, എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എൻ്റെ സുഹൃത്തുക്കളോട് സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്, എൻ്റെ പ്രേക്ഷകരോട് ചോദിക്കാനുള്ളൊരു ചോദ്യം എവിടെയാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്നതാണ്. ഏപ്രിൽ 9-ന് ശേഷം പിണറായി വിജയനെ ആകെ ഒരു തവണയോ മറ്റേതോ ഒരു പത്രസമ്മേളനത്തിൽ കണ്ടതുപോലെ മാത്രമാണ് എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നത്. ഏപ്രിൽ 9-ന് ശേഷം പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ കഥാപാത്രത്തെ പിന്നീട് നമ്മൾ കണ്ടിട്ടില്ല. ആകെപ്പാടെ കണ്ടത് അയാളുടെ മകൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് തൊഴുതിട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട്. അത് സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, എന്തിന് അയാൾ അവിടെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും പിണറായി വിജയനെ ഏപ്രിൽ 9-ന് ശേഷം നമ്മൾ കണ്ടിട്ടില്ല. ആരായിരുന്നു പിണറായി വിജയൻ? പിണറായി വിജയനാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു രാജാവിനെ പോലെ, ഒരു ഏകാധിപതിയെ പോലെ താൻ വിചാരിക്കുന്നത് എന്തും ചെയ്ത് തൻ്റെ പാർട്ടിയായിട്ടുള്ള CPM-നെയും തൻ്റെ ഗവൺമെൻറ്റിനെയും ചവിട്ടടിയിൽ ഒതുക്കിക്കൊണ്ട് ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജാവ്, ഒരു നേതാവ്. താൻ എന്ത് വിചാരിക്കുന്നോ അത് നടക്കും. താൻ രാവിലെ 1.5 കോടി രൂപയ്ക്ക് ഒരു കാർ മേടിക്കണം എന്ന് പറഞ്ഞാൽ വൈകിട്ട് നടക്കും. താൻ രാവിലെ തൻ്റെ പശുത്തൊഴുത്തിന് 40 ലക്ഷം രൂപ ചെലവഴിക്കണം എന്ന് പറഞ്ഞാൽ വൈകിട്ട് നടക്കും. താൻ 22 കോടി രൂപ ഒരു വർഷം മുടക്കി ഹെലികോപ്റ്റർ വാങ്ങിക്കണം എന്ന് വിചാരിച്ചാൽ അത് നടക്കും. താൻ എന്ത് തീരുമാനിച്ചാലും അത് നടക്കും. താൻ എന്ത് പറഞ്ഞാലും അത് എഴുന്നേറ്റ് നിന്ന് പഞ്ചപുച്ഛമടക്കി ചെയ്യുന്ന ഒരു പാർട്ടി സെക്രട്ടറി. നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഒരു പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ. അയാളുടെ നേതൃത്വത്തിലുള്ള CPM എന്ന് പറഞ്ഞ 5.5 ലക്ഷം പേരുടെ പാർട്ടി ചവിട്ടടിയിലുള്ള ഒരു നേതാവ്. മന്ത്രിസഭയിലെ ഏത് മന്ത്രിയായാലും താനൊന്ന് ഇരുത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുന്ന കുറേ മന്ത്രിമാർ. അപ്പം അങ്ങനെ പാർട്ടിയും സർക്കാരും ചവിട്ടടിയിൽ ഒതുക്കി എന്ത് ചെയ്യാനും ഒരു മടിയുമില്ലാതിരുന്ന ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ. കഴിഞ്ഞ 10 വർഷക്കാലം പാർട്ടിയിലും ഗവൺമെൻറ്റിലും അവസാന വാക്ക് പിണറായി വിജയനായിരുന്നു. വീട്ടിൽ 2-ാം നിലയിലേക്ക് ലിഫ്റ്റ് വെക്കണം തീരുമാനിച്ചാൽ ലിഫ്റ്റ് വയ്ക്കും. താൻ ഇറങ്ങുന്ന വണ്ടിയിൽ 2 പടിക്കൊരു ലിഫ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് നടക്കും. തൻ്റെ പ്രയാണത്തെ തടയാൻ വരുന്നവൻ്റെ തലയടിച്ച് പൊട്ടിക്കണമെങ്കിൽ അത് നടക്കും. തലയടിച്ച് പൊട്ടിച്ചതിന് ശേഷം രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞാൽ അത് നടക്കും. തനിക്കിഷ്ടമുള്ള അഴിമതി ചെയ്യാൻ പറ്റും. തൻ്റെ മകൾക്ക് ഇഷ്ടമുള്ള അഴിമതി ചെയ്യാൻ പറ്റും. തൻ്റെ മരുമകന് ഇഷ്ടമുള്ള അഴിമതി ചെയ്യാൻ പറ്റും. തൻ്റെ മരുമകനെ മന്ത്രിയാക്കാൻ പറ്റും. ആ മന്ത്രിക്ക് ടൂറിസം വകുപ്പും പൊതുമരാമത്ത് വകുപ്പും കൊടുക്കാൻ പറ്റും. ആ മന്ത്രിയെ സംസ്ഥാന കമ്മിറ്റിയിലെടുക്കാൻ, മരുമകനെ സംസ്ഥാന കമ്മിറ്റിയിലെടുക്കാൻ പറ്റും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആ നിലയിൽ എന്ത് ചെയ്യാനും ഉള്ള അധികാരത്തോടുകൂടി വാണരുളിയ മുഖ്യമന്ത്രിയായിരുന്നു ശ്രീമാൻ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം. കാരണം വെച്ചാൽ 9 വർഷക്കാലം നയനാർ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്. 1970 മുതൽ 78 വരെ അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്. അതുപോലൊന്നുമല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. അയാളൊരു സർവാധിപതിയായിരുന്നു. അയാളൊരു ഏകാധിപതിയായി 10 വർഷക്കാലം കേരളത്തിൽ ഭരിച്ചത്. ആ ഭരിച്ച പിണറായി വിജയനാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസക്കാലമായി അയാളുടെ പൊടി പോലും ഇവിടെ കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അയാൾ തമിഴ്നാട്ടിലേക്ക് പോകേണ്ടതായിരുന്നില്ലേ സുഹൃത്തുക്കളെ? തമിഴ്നാട്ടിൽ DMK മുന്നണിയിലൊരു ഘടകകക്ഷിയല്ലായിരുന്നു CPM. ജീവൻ മരണ പോരാട്ടം അവിടെ DMK നടത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാൾ പശ്ചിമ ബംഗാളിലേക്ക് പോകേണ്ടതല്ലായിരുന്നോ? പശ്ചിമ ബംഗാളിൽ 1-2 സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു CPM. പക്ഷേ അവിടെ ഒന്നും പിണറായി വിജയൻ പോയില്ല. പിണറായി വിജയൻ
ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ചിലർ പറയുന്നു മൂലക്കുരുവിൻ്റെ ചികിത്സയ്ക്ക് പോയെന്ന്, വേറെ ചിലർ പറയുന്നു കാട്രാക്റ്റിൻ്റെ തിമിര ചികിത്സയ്ക്ക് പോയി എന്ന്. എന്തായാലും തൻ്റെ പണി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ ആ പണിയൊക്കെ അങ്ങ് നിർത്തിവെച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ അയാളങ്ങ് നിർത്തിവെച്ചു. അതിനുശേഷം അയാളെ കണ്ടിട്ടില്ല. പ്രധാനപ്പെട്ട ചോദ്യം എന്താ? പ്രധാനപ്പെട്ട ചോദ്യം, തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാൽ പ്രതിപക്ഷ നേതൃസ്ഥാനം അയാൾ ഏറ്റെടുക്കുമോ എന്നാണ്. ഇല്ല എന്നാണ് എൻ്റെ ഖണ്ഡിതമായിട്ടുള്ള മറുപടി. കാരണം അയാൾ കഴിഞ്ഞ 10 വർഷക്കാലം ഈ പറഞ്ഞതുപോലെ ഒരു ഏകാധിപതിയെപ്പോലെ, ഒരു മഹാരാജാവിനെ പോലെ ജീവിച്ച ആളാണ്. അയാൾക്ക് എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ 10-29 സ്റ്റാഫും ഒരു വണ്ടിയും ഒരു വീടുമായി ജീവിക്കാൻ പറ്റുക സുഹൃത്തുക്കൾ? ഒരിക്കലും അയാൾക്ക് കഴിയില്ല. ഒരിക്കലും അയാൾക്ക് അങ്ങനെ കഴിയില്ല. അയാൾ വന്ന് പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ സ്പീക്കർ വന്നിട്ട് ഇരിക്കെവിടെ എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ ഇരിക്കേണ്ടി വരും. അത് പിണറായി വിജയനെ സംബന്ധിച്ച് കഴിയുമോ? താനൊന്ന് ഇരുത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുന്ന സ്പീക്കർമാരായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ആ പിണറായി വിജയൻ്റെ മുമ്പിൽ നാളെ എന്തെങ്കിലും അബദ്ധവശാൽ കെ രമ ഒരു സ്പീക്കറായി വരുന്ന ഒരു സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. കെ രമ പറയുന്നതനുസരിച്ച് ഇരിക്കുകയും നിൽക്കുകയും ചെയ്യേണ്ടി വരും പിണറായി വിജയൻ. ഇനി കെ രമ സ്പീക്കറായില്ലെങ്കിൽ പോലും അയാളെക്കാളും വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളായിരിക്കും സ്പീക്കർ ആവുക. ആ സ്പീക്കർ വന്നിട്ട് ഇനി പിണറായി വിജയ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അവിടെ ഇരിക്കേണ്ടി വരില്ലേ? അത് പിണറായി വിജയന് ചിന്തിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? എന്ന് മാത്രമല്ല, ചിലപ്പോൾ 100-നടുത്ത് MLA-മാരുമായിട്ടായിരിക്കും UDF അധികാരത്തിലേക്ക് വരുന്നത്. ആ UDF-ൻ്റെ MLA-മാരൊക്കെ ഇയാളെ എടുത്തിട്ട് ചതക്കില്ലേ സുഹൃത്തുക്കളെ? ചതക്കില്ലേ? ഇയാൾക്കെതിരായിട്ട് അഴിമതി ആരോപണങ്ങൾ വരില്ലേ? ഇയാളുടെ മകൾക്കെതിരായിട്ട് അഴിമതി ആരോപണം വരില്ലേ? അയാൾക്ക് നിൽക്കാൻ പറ്റുമോ? ഇനി BJP അയാളെ രക്ഷിക്കുമോ? BJPക്ക് അയാളെ രക്ഷിക്കേണ്ട കാര്യം എന്താ? BJP അയാളെ രക്ഷിച്ച് നിർത്തിയിരുന്ന അയാൾ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് അയാൾ പോയാൽ BJPക്ക് പിന്നെ എന്ത് കാര്യം? BJP അയാളുടെ കേസുകളെല്ലാം കെട്ടഴിച്ചു വിടും. ചിലപ്പോൾ ലാവലിംഗ് കേസ് പാദത്തിന് വന്നിരിക്കും, ചിലപ്പോൾ മാസപ്പടി കേസ് പാദത്തിന് വന്നിരിക്കും, ചിലപ്പോൾ പുതിയ കേസുകൾ അയാൾക്കെതിരെ വന്നിരിക്കും. അയാൾക്ക് നിലനിൽക്കാൻ കഴിയുമോ? അയാൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. ഇനി പാർട്ടിക്കകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്? അയാളുടെ ചുറ്റും എല്ലാവരും പഞ്ചപൂച്ച മടക്കി നിന്ന് എന്തുകൊണ്ടാണ്? അയാൾ ജയിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ്. അയാൾ തോൽക്കുമെന്ന് കണ്ടാൽ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാവും ഈ പാർട്ടിക്കകത്ത്. വാളെടുക്കുന്നവൻ മുഴുവൻ പിണറായി വിജയനെ ആഞ്ഞു വെട്ടുന്ന സാഹചര്യം നമ്മൾ കാണേണ്ടി വരും. എല്ലാവരും അയാൾക്കെതിരെ തിരിയും. ഏറ്റവും മുകളിലിരിക്കുന്നവൻ മുഴുവൻ ഏറ്റവും താഴെത്തട്ടിലിരിക്കുന്നവൻ വരെ മുഴുവൻ ആളുകളും അയാൾക്കെതിരെ വാളെടുക്കും. അയാൾക്ക് നിൽക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ഒരു സംശയവും വേണ്ട, അയാൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കില്ല. അയാൾക്ക് ഈ ചെറിയ അധികാരത്തിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ല. എന്താ പ്രതിപക്ഷ നേതാവിനുള്ളത്? 29 സ്റ്റാഫുണ്ട്. അതുകൊണ്ട് അയാൾക്ക് വല്ല കാര്യമുണ്ടോ? ഒരു വീടുണ്ട്, ഒരു വണ്ടിയുണ്ട്, കുറച്ച് TNDയും കിട്ടും. അതുകൊണ്ട് ഈ പിണറായി വിജയന് ജീവിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ആലോചിച്ചു. കോടികൾ വാരിയെറിഞ്ഞ് ജീവിച്ചവൻ 25 രാജ്യങ്ങളിലും മറ്റുമാണ് പോയത് എന്നാണ് കേൾക്കുന്നത്, ഭാര്യയും മക്കളും പരിവാരങ്ങളുമായി. അയാൾക്ക് ഈ ചെറിയ ഇതിൽ ജീവിക്കാൻ പറ്റുമോ? പക്ഷേ അയാൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അയാൾക്ക് വിദേശത്തേക്ക് പോകാം. 150 കോടി രൂപയും കണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് സ്വപ്ന പറഞ്ഞതെന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് 150ൻ്റെ കൂടെ ചിലപ്പോൾ 2 പൂജ്യം കൂടെ ചേരുന്ന പണം വിദേശത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട, അധികാരം നഷ്ടപ്പെടുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനവും നേതൃസ്ഥാനവും വേണ്ടെന്ന് വെച്ച് രായ്ക്ക് രാമാനം അയാൾ ഇന്ത്യ വിടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഒരു തർക്കവുമില്ല. അയാൾ ഇന്ത്യ വിടും. അയാൾ രോഗാതുരനാണ്. അതുകൊണ്ട് ഇന്ത്യ വിടുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അയാൾക്ക് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോകാം, ചികിത്സ എന്നും പറഞ്ഞാൽ അയാൾക്ക് പോകാം. അയാൾ ഇപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട വിസകളും കാര്യങ്ങളൊക്കെ എടുത്തു വച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഏകാധിപതി, പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ ജനാധിപത്യത്തിലെ മഹാരാജാവ്, പിണറായി വിജയൻ എന്ന് പറഞ്ഞ നമ്മളെ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഭരിച്ചു മുടിച്ച ഈ ഏകാധിപതി, ഈ മനുഷ്യൻ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഒരു നിമിഷം പോലും ഈ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. രോഗത്തിൻ്റെ പേര് പറഞ്ഞാണെങ്കിലും അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇന്ത്യ വിട്ട് മിക്കവാറും അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അധികാരം നഷ്ടപ്പെടുന്ന പിണറായി വിജയൻ എന്ത് ചെയ്യും എന്നോട് ചോദിച്ചാൽ ഞാൻ ഉറച്ച ശബ്ദത്തിൽ പറയും, പിണറായി വിജയൻ ഇന്ത്യ വിടും എന്ന്.